പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ രാവുകളാണ്. നരകമോചനം തേടേണ്ട, സ്വർഗപ്രവേശനം തേടേണ്ട പുണ്യമായ രാത്രിയാ സഹോദരാ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാവാ മക്കളെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. നബി തങ്ങൾ അവിടെന്ന് പറയുകയായി, സദസ്സിലിരിക്കുന്ന ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവൾക്ക് സ്വർഗമുണ്ടെന്നല്ല നബിതങ്ങൾ പറയുന്നത്, അവൾക്ക് സ്വർഗം ലഭിക്കുമെന്നല്ല നബിതങ്ങൾ പറയുന്നത്. ഈ സദസ്സിലിരിക്കുന്ന പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് ആ തളർന്ന ശരീരവുമായി തറാവീഹും വിത്റും ഇശായും നിസ്കരിച്ചിട്ട് ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന വാപ്പമാരെ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? നിങ്ങൾക്കറിയണോ? സ്വർഗത്തിന്റെ പാസ് കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനാരാണെന്ന്? സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാണെന്നറിയുമോ? അല്ലാഹുവേ, ആ ഒരാളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആ ഒരാൾ ആരാ? ഈ വഅദ് കേൾക്കാമെന്ന എല്ലാവരും ഒരാളെ നോക്കിയിട്ട് പറയുന്നു, ആ പോകുന്നവനാ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറയുന്നവനല്ല. ഈ പെണ്ണുങ്ങൾ മുഴുവനും ഒരാളെ നോക്കിയിട്ട് പറയുകയാ, ആ പെണ്ണാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്, സ്വർഗം നിർബന്ധമായ മനുഷ്യനെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തി. ആ ഒരാളാരാ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരാളെ ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? ആ സ്വർഗം നിർബന്ധമായ മനുഷ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യൻ ആരെന്നറിയോ? ആ മനുഷ്യൻ ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന നമ്മളിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 40 ലക്ഷം പേരല്ല, 4 ലക്ഷം പേരല്ല, 40,000 പേരല്ല, 400 പേരല്ല, 40 പേരല്ല, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞാൽ, അവൻ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? ചങ്ങായി, എത്ര പേര് പറയണം? 4 പേര്. 4 പേര്. സഹോദരി, നിന്നെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് പറയുവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എടോ, നിങ്ങൾ വെടികൊണ്ടതുപോലെ ഇരിക്കണേ. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കുറിച്ച് 4 പേര് നല്ലത് പറയുമോ? ഇല്ലേ? പറയോ താത്താമാരെ? ചിരിക്കുന്ന എന്നെ നോക്കിയിട്ട് ചിരിക്കുക. സിറാജെ, 4 ലക്ഷം പേരൊന്നും അല്ലല്ലോ, 4 പേര് പറഞ്ഞാൽ പോരെ? നമ്മുടെ മുഖത്തൊരു ചിരിയുണ്ട്. 4 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം നിർബന്ധമാണല്ലോ. അപ്പൊ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറയും, ഒരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ദാതാമാരെ, ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, കഞ്ചാവ് അടിച്ച് കിടക്കുന്ന ഒരുത്തം പറയാ നീ നല്ലവനാണെന്ന്, സ്വർഗം കിട്ടുവോ? കിട്ടൂല. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട 4 പേര് പറയണം. ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിച്ചാ പോരാ, പറയേണ്ടവര് പറയണം നീ നല്ലവനാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് പറയേണ്ടവര് പറയണം നമ്മൾ നല്ലവരാണെന്ന്.
ആരാ നമ്മളെ കുറിച്ച് പറയേണ്ടതെന്നറിയോ? ആരാ നമ്മളെ കുറിച്ച് പറയേണ്ടതെന്നറിയുവോ? ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടവര് പറയണം ചെറുപ്പക്കാരാ, പറയേണ്ടവര് പറയണം പെങ്ങള്. ആ 4 പേരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നീ അവരുമായിട്ട് പടച്ചവന് ആ സ്നേഹമൊന്ന് നല്ലതുപോലെയാക്ക്. അവരെ ഒന്ന് തയ്യാറാക്കൂ. വീട് വെച്ച് കൊടുക്കണോ, പണം കൊടുക്കണോ, സ്വർണം കൊടുക്കണോ, എന്ത് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഈ 4 പേര് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ അവിടെ നിന്ന് പറയണം, പടച്ചവനെ സിറാജ് നല്ലവനാണ് തമ്പുരാന്, അല്ലാഹുവേ സിറാജ് നല്ലവനാണ്, ഞാനാണ് സാക്ഷി പറയുന്നത്, ഞാനാണ് സാക്ഷി പറയുന്നത് എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എനിക്ക് സ്വർഗമുണ്ടെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ആ 4 പേരാരാണെന്നൊന്ന് പഠിച്ചുകൂടെ? ആ 4 പേരാരാണെന്ന് പഠിക്കടോ. എന്നിട്ട് അവരെ ഒന്ന് കൂടെ കൂട്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പരിശ്രമിക്ക്. അല്ലാഹുവേ 4 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു തരാം ആ 4 പേരാരാണെന്ന്. 4 പറയാന്ന് വാക്കൊന്നും പറയൂല. 12 മണി വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം പറയാൻ പറ്റുമോ അത്രയും പറയും. എൻ്റെ ജോലി വഴുതു പറയണം, പിരിക്കണം, ദുആ ചെയ്യണം. മീകായിൽ അലൈഹിസ്സലാമിന്റെ ജോലിയാ. മഴ, ഇടി, മിന്നൽ, കാറ്റ് എല്ലാം എൻ്റെ വില. ഈ കാണുന്ന 12 മണിക്ക് മുമ്പ് ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. അതുകൊണ്ട് ഒരെണ്ണമെങ്കിലും ഒരെണ്ണം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കുക. 63-ാമത്തെ വയസ്സിലാണ് നബിതങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. നബിതങ്ങൾ 63-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞു. നബിതങ്ങൾ വഫാത്തായ വാർത്ത മദീന മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാ. നബിതങ്ങൾ വഫാത്തായെന്ന് അറിയുന്നവർ മുഴുവനും നിലവിളിക്കുകയാ. അറിയുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ നബിതങ്ങൾ വഫാത്തായെന്ന് അറിയുന്നവർ മുഴുവനും കരയുകയാ. എല്ലാവരും വീട്ടിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് ഓടുകയാ. ഒരു നാട് മുഴുവനും കരയുന്നു. എടോ, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നാട് മുഴുവനും കരയാറില്ല. കരയുന്നവനെ സമാധാനിപ്പിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ക്ഷമിക്ക് എന്ന് പറയാൻ ഒരാളുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ, നബിതങ്ങൾ വഫാത്തായപ്പോ കരയല്ലേ എന്ന് പറയാൻ, ഒന്ന് ക്ഷമിക്കണേ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്തൊരു മനുഷ്യനില്ല. കാരണം എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. പ്രമുഖരായ സ്വഹാബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിൽ പോലുമില്ല. നബിതങ്ങൾ വഫാത്താകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലില്ല. പിന്നീടുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് നബിതങ്ങളുടെ വീടിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും എന്റെ മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. ഉമർ തങ്ങൾ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ നടക്കുന്നു. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ബോധമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തളർന്നു കിടക്കുകയാ. സ്വഹാബാക്കൾ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാ. ഒരു നാട് മുഴുവനും കരയുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്ത് തിങ്കളാഴ്ചയാണ് വഫാത്തായതെങ്കിൽ തിങ്കളും കഴിഞ്ഞു, ചൊവ്വാഴ്ചയും കഴിഞ്ഞു, ബുധനാഴ്ചയാ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് നബിതങ്ങളുടെ ജനാസ ഖബറടക്കുന്നത്. അതിന്റെ കാരണം പടച്ചവരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ല, ഒരു നേതൃത്വമില്ല. എല്ലാവരും സങ്കടത്തില്. ആരാണ് ഖബർ കുടിക്കേണ്ടത്? എവിടെയാണ് ഖബർ കുടിക്കേണ്ടത്? എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത്? ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് കഫം പൊതിയേണ്ടത്? ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അങ്ങനെ മദീന മുഴുവനും വല്ലാത്ത സങ്കടത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് കടന്നു വരുന്നത്. അബൂബക്കർ തങ്ങളുടെ പ്രത്യേകത ലോലമായ ഹൃദയത്തിന്റെ ഉടമയാ.
വലിയ ധൈര്യമൊന്നുമില്ലാത്ത സ്വഹാബി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അബൂബക്കർ തങ്ങൾക്ക് ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ വഫാത്തായി എന്ന് മനസ്സിലായി. സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ നേതാവ് കടന്നു വന്നു. പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടി. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായിട്ട് അവിടെ അംഗീകരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളെ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട്, ഒരു പ്രവാചകൻ എവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. ഇന്ന സ്ഥലത്ത് ഖബർ കുടിക്കണം, ഇന്ന ആള് ഖബർ കുടിക്കണം, ഇന്ന സ്ഥലത്തു നിന്ന് വെള്ളം കൊണ്ടുവരണം, എല്ലാ കാര്യങ്ങളും അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൈകുന്നേര സമയത്തോടു കൂടി പ്രവാചകന്റെ ജനാസ റൗള ശരീഫിന്റെ അകത്ത് ഖബറടക്കി. അങ്ങനെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ഖലീഫയാവുകയാണ്. അവിടെ നിന്ന് അധികാരം ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ, സമാധാനത്തോടെ ശാന്തിയോടെ അതാ അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് ഭരണം നടത്തുകയാണ്. 3 വർഷവും പടച്ചവനെ 4 മാസമാണെന്ന് ചരിത്രം പറയുന്നു. അതാ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർക്ക് തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണം അടുത്തു വരികയാണെന്ന്. തന്റെ മരണം അടുത്തു വരുന്നു എന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അബൂബക്കർ തങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ ഒരു ടെൻഷനുണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. നബിതങ്ങൾക്ക് അതാ അടുത്ത ഒരു പിൻഗാമിയില്ലാത്തത് കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു ഖലീഫയുടെ പേര് പറയണം. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ മനസ്സിൽ ചിന്തിക്കുന്നു, ആർക്കാണ് അധികാരം കൊടുക്കേണ്ടത്? അടുത്ത ഖലീഫയായ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? അബൂബക്കർ തങ്ങളുടെ മനസ്സിലേക്ക് ഒരു പേര് കടന്നു വരികയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേര് ഓർമ്മ വരികയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിനെ തെരഞ്ഞെടുക്കാം. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാം. അബൂബക്കർ തങ്ങൾ ചിന്തിക്കുകയാണ്. പക്ഷേ മനസ്സിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടോ? എന്താണ് ടെൻഷൻ എന്നറിയുമോ? എല്ലാവർക്കും അധികാരം കൊടുക്കാൻ പറ്റൂല. അധികാരം കൊടുക്കുന്നവൻ അവന്റെ ഉള്ളും പുറവും ശുദ്ധമായിരിക്കണം. അതാ അബൂബക്കർ തങ്ങൾക്ക് ഉമർ തങ്ങളെ വലിയ പരിചയമില്ല. രണ്ടുപേരും എപ്പോഴും കാണാറുണ്ട്, ഏത് നല്ല കാര്യത്തിനും കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. പക്ഷേ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ്? അത് അബൂബക്കർ തങ്ങൾക്ക് അറിയുകയില്ല. പരസ്യവും രഹസ്യവും ഒന്നാകണമടോ. നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാണ്, രാത്രിയായ സ്വഭാവം മാറുകയാണ്. അതുകൊണ്ട് അബൂബക്കർ തങ്ങൾക്ക് ടെൻഷനായി. ഉമറിന്റെ രഹസ്യവും പരസ്യവും അറിയണം. അതുകൊണ്ട് എന്താണ് വഴി? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, എന്റെ മരണം അടുത്തു വരുന്നു. ഉസ്മാൻ, എന്റെ മരണം അടുത്തു വരികയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാ. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉമറിനെ കുറിച്ച് അറിയില്ല. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായി നോക്കിയാൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഉസ്മാനേ, അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്,
ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാണ്. ഉസ്മാനും ഉമറും തമ്മിലുള്ള ബന്ധമെന്തെന്നറിയോ? ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും കൂട്ടുകാരാടോ, ചങ്ങാതിമാരാടോ, ഫ്രണ്ട്സുകളാടോ, ചങ്കുകളാടോ? ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂട്ടുകാരൻ അറിയുമല്ലോ, രഹസ്യവും പരസ്യവും അറിയുമല്ലോ. രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട് ചോദിക്കുന്നു, ഉസ്മാനേ അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവം എന്താണ്? അവൻ നല്ലവനാണോ? അവൻ നല്ലവനാണോ മോശക്കാരനാണോ? നീ എനിക്കൊന്ന് പറഞ്ഞു തരാറ്. ഉസ്മാൻ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ നിറകണ്ണുകളോടെ പറയുകയാണ്, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. എന്റെ കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, എന്റെ കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്, അവൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്, അവന്റെ രഹസ്യവും പരസ്യവും നല്ലതാണ്. ധൈര്യമായിട്ട് അവിടുന്ന് അധികാരം കൊടുക്കാ. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളും നാട്ടുകാരല്ല, കുടുംബക്കാരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരൻ പറയണം നീ നല്ലവനാണെന്ന്, നിന്റെ ചങ്ങാതി പറയണം നീ നല്ലവനാണെന്ന്. പെങ്ങളെ, എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കുന്ന നിന്റെ ചങ്കു പറയണം നീ നല്ലവളാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല ചങ്ങാതി എനിക്കുണ്ടോ, നിനക്കുണ്ടോ? അല്ലാഹുവേ, നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവർ, അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്, ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന്? ഇന്ന് സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവന് ചോദിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, പെങ്ങളെ, ഏത് കൂട്ടുകാരിയാണ് പടച്ചവനെ കുറിച്ച് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത്? നിന്നെ കുറിച്ച്, നരകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഫ്രണ്ടാരാ? തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് പറയുന്ന ഫ്രണ്ടാരാ? എടാ ചെറുപ്പക്കാരാ, ചങ്കാണ് ചങ്കാണെന്ന് പറയുമല്ലോ. യഥാർത്ഥത്തിൽ ചങ്കെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം, പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ സ്വഹാബിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ സഹാബിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വിളിക്കുന്നു, ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. ഗാനമേള കേൾക്കാനല്ല, പൂരപ്പറമ്പിൽ പോകാനല്ല, നേർച്ചയ്ക്ക് പോകാനല്ല, കാമുകിയുടെ വീടിന്റെ മുമ്പിൽ കാവൽ നിൽക്കാനല്ല, കടത്തിണ്ണയിൽ പോയിരിക്കാനല്ല. ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ വുളുവെടുത്തിട്ട് ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയി മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് ചോദിച്ചു സഅദിനോട്, സഅദ്, ഇന്ന് അവസാനത്തെ രാത്രിയാ സഅദ്, ഇന്ന് ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് നമ്മൾ രണ്ടുപേരും പോകുകയാണ്. ഇനി കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. നിനക്ക് വേണ്ടത് നീ റബ്ബിനോട് ദുആ ചെയ്യ്. ഞാൻ നിനക്ക് വേണ്ടി ആമീൻ പറയാം. എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കാം. നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആമീൻ
പറയണം. രണ്ടുപേരും തീരുമാനിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, നീ ദുആ ചെയ്യാൻ. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു ദുആ ചെയ്യാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏറ്റവും വലിയ യോദ്ധാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാൻ. എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് നീ എന്നെ ജീവനോടെ മടക്കണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് അവിടുന്ന് ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആമീൻ പറയുകയാണ്, അവിടുന്ന് ആമീൻ പറയുകയാണ്. പടച്ചവനെ അതാ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ ദുആ ചെയ്യാം, ഇനി ഞാൻ ദുആ ചെയ്യാം. പടച്ചവനെ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്താണ് പടച്ചവനോട് ചോദിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏറ്റവും ക്രൂരനായ, ഏറ്റവും യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണം പടച്ചവന്. അവന് കരുണയില്ലാത്തവനാകണം, അവൻ മനുഷ്യത്വമില്ലാത്തവനാകണം. അവൻ എന്റെ കൈ മുറിക്കണം തമ്പുരാന്, എന്റെ കാല് മുറിക്കണം തമ്പുരാന്, എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം തമ്പുരാന്, എന്റെ മൂക്ക് മുറിച്ചെടുക്കണം തമ്പുരാന്, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവന് രണാങ്കണത്തിൽ കെട്ടി തൂക്കണേ അല്ലാ. എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് എന്നെ നീ ജീവനോടെ മടക്കല്ലേ പടച്ചവന്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും പിരിയുകയാണ്. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തതുപോലെ ഏറ്റവും വലിയ യോദ്ധാവിനെ പരാജയപ്പെടുത്തി. അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, തന്റെ ആഗ്രഹം നടന്നല്ലോ, തന്റെ ആഗ്രഹം നടന്നല്ലോ. ഇനി അറിയേണ്ടത് കൂട്ടുകാരന്റെ ദുആയാ. തന്റെ കൂട്ടുകാരന്റെ ദുആ സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയണമല്ലോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണാങ്കണത്തിലൂടെ ഓടിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. രണ്ട് കൈയും കാണാനില്ല, കാല് കാണാനില്ല, മൂക്ക് മുറിച്ചെടുത്തിരിക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് നിങ്ങൾ നോക്കുമ്പോ ചെവി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. പടച്ചവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ തന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി മരണത്തോട് മല്ലടിക്കുമ്പോ അടുത്തു പോയിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, സഅദ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അല്ലാഹു എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാമല്ലോ, കൈ കൊടുത്തെന്ന്, കാല് കൊടുത്തെന്ന്, ചെവി കൊടുത്തെന്ന്, മൂക്ക് കൊടുത്തെന്ന്, എന്റെ ശരീരം